ദീപിക ഇമ്പാക്റ്റ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളം എഴുന്നേറ്റ് നിന്ന് ആദരിക്കേണ്ട ഒരു വ്യക്തിയാണ്. 400-ൽ ഏറെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളെ ജീവിതത്തിലേക്ക് പുനരധിവസിപ്പിക്കുകയും അവരെ കാത്തു പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാകും, പാലായിലെ മരിയ സദനം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്ന് ചോദിച്ചറിയാം. സന്തോഷ് ജോസഫ് മരിയ സദനം, സ്വാഗതം. എത്ര കാലമായി ഈ ഒരു രംഗത്തേക്ക് എത്തിയിട്ട്? ഇപ്പോൾ 28 വർഷം കഴിഞ്ഞു. 28 വർഷമായി. എങ്ങനെയായിരുന്നു തുടക്കം? വാസ്തവത്തിൽ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തോടൊന്ന് അടുക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ധ്യാനങ്ങൾ കൂടി ഇപ്പോൾ പിന്നീട് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇങ്ങനെ സംബന്ധിക്കുമ്പം ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ 58-ാം അധ്യായം, യഥാർത്ഥത്തിലുള്ള ഉപവാസം എന്ന് പറയുന്നത് വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നതും നഗ്നയെ ഉടുപ്പിക്കുന്നതും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുന്നതും അതല്ലേ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ആത്മീയതയിൽ നിന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ദൈവത്തിനാണ് കൊടുക്കുന്നു. ആ ഒരു കാഴ്ചപ്പാടാണ് ഇതിലേക്ക് വരാൻ കാരണം. പിന്നെ നമ്മുടെ ബൈബിൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരാളുടെ നിത്യജീവൻ അല്ലെ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് വിശക്കുന്നവന് ആഹാരം കൊടുത്തോ, ഭവനമില്ലാത്തവന് വീട് കൊടുത്തോ, രോഗിയെ സന്ദർശിച്ചോ, അതൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാം അപ്പോൾ എന്നുള്ളൊരു ജീസസ് പഠിപ്പിച്ചേക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും കർത്താവിൻ്റെ മുഖം മനുഷ്യരിൽ കാണുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു. ഒരാളെ വീട്ടിൽ സ്വീകരിച്ചു, സ്വന്തം വീട്ടിലാണ്. അതൊരു 3-4 മാസം അയാൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വരുമെന്നൊന്നും പ്രതീക്ഷയില്ല. അപ്പോൾ ഒരാളെ നോക്കാം, നമ്മുടെ ചിലവിൻ്റെ കൂടെ ആകുമ്പോൾ പ്രശ്നമില്ല എന്ന് വിചാരിച്ചു. അത് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായിരുന്നു അതോ? അതെ, മാനസിക വെല്ലുവിളി ഉണ്ട്. ഡയബറ്റിക്കാണ്, എന്നാൽ ഭിക്ഷാടകനുമാണ്. പുള്ളി എപ്പോഴും എല്ലാത്തിനും കയറി ചൂടാകുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യാറ്. അല്ല, അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടുപിട്ടിയത്? അത് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ ഒരു 19 പേരൊക്കെ ഇരുന്ന് ഫാസ്റ്റിംഗ് പ്രയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ പൈസ കൊണ്ട് ആരുമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. അപ്പോൾ ഈ ഭിക്ഷാടകരെന്ന് വിളിക്കുകയാണല്ലോ എളുപ്പം. അപ്പോൾ അവർ വരികയില്ല, അവർക്ക് താല്പര്യമില്ല വരാൻ. അങ്ങനെ ഒരു ചലഞ്ച് വന്നു, അവർക്ക് പൈസ വേണം. അപ്പോൾ അത് പൈസയും കൂടെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു ദിവസത്തെ പ്രോഗ്രാം, പാട്ടും നല്ല ഭക്ഷണവും കുളിപ്പീരും വസ്ത്രം മാറിച്ചൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം അവർ പറഞ്ഞ് പലർക്കും പോകാൻ കഴിയില്ല, ഇവിടെ അങ്ങ് കൂടിയേക്കാം. അപ്പം അങ്ങനെ അതിലൊരാൾ തോമസ് ചേട്ടൻ, പുള്ളിയാണ് ആദ്യമായിട്ട് വന്നത്. പുള്ളി പറഞ്ഞ്, പുള്ളി ഇച്ചിരി ദാക്ഷിതയോടെ പറഞ്ഞു, എപ്പോഴും ഈ പല പ്രാവശ്യം ആയപ്പം 2-3 പ്രാവശ്യം ആയപ്പോൾ പറഞ്ഞു, ഇപ്പം എപ്പോഴും ഇങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുവരിക, തിരിച്ച് കടത്തണ്ട വിടുക, അങ്ങനെയാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കാം, നോക്കാം. അങ്ങനെ വൈഫുമായിട്ട് സംസാരിച്ചു. പുള്ളിക്കാരത്തിയോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് ജീസസ് താമസിക്കാൻ പറ്റും, കർത്താവ് വരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യമാണെന്ന് കരുതുക, അപ്പോൾ എന്ത് പറയും? അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് അത് അങ്ങനെ കൊണ്ടു. അതാണ് അപ്പം അങ്ങനെ ഒരുപാട് ആൾ രൂപങ്ങൾ ക്രിസ്തുവിൻ്റെ അവിടെ വീട്ടിൽ. ഞാൻ നേരത്തെ എവിടെയോ വായിച്ചപ്പോൾ കേട്ടായിരുന്നു, അതായത് നിങ്ങൾക്ക് 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഈ സംരംഭം തുടങ്ങിയത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പലർക്കും നമുക്കതിന് അപരിചിതനായ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നു, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഒന്നാമത് ആളത്ര ഫിറ്റല്ലാത്ത ഒരാൾ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ ചൂടാവുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ, അപരിചിതനായ ഒരാളെ സ്വന്തം വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിസ്ക് ആയിട്ട് തോന്നും. ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് അതിജീവിച്ചത്? അത് വളരെ പ്രതികൂലമായൊരു സാഹചര്യമായിരുന്നു. കാരണം അടുത്ത ബന്ധുക്കളും സഹോദരങ്ങളും അയൽവാസികൾ പോലും ഇത് ചെയ്യരുത്. കാരണം നമ്മളൊരു കഥ അടച്ചാൽ പിന്നെ ഒരു വീടിനകത്താണ്, വലിയ സൗകര്യമുള്ള വീടല്ല. അപ്പോൾ സാധ്യത കൂടുതലുണ്ട് ഇപ്പോൾ എന്തെങ്കിലും അയാൾ ഉപദ്രവിക്കോ. അപ്പോൾ അന്നേരം 2 കുട്ടികളും 3ാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ആദ്യത്തെ ആൾ. അത് കഴിഞ്ഞ് 3ാമത്തെ ആൾ ഉണ്ടായ ആ ദിവസം കൂടിയാണ് 2ാമത്തെ ആൾ വരുന്നത്. അപ്പോൾ ഏകദേശം 1 വർഷം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം കൂടി ഒരു ഒരുക്കം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാളെ നമ്മളെ ഫാദർ വന്ന കിടക്കുന്ന
ഞങ്ങളുടെ വീട്ടിലും പോവും, അനിയന്മാരുടെ വീട്ടിലും താമസിക്കുക. അപ്പോൾ ആ ഒരു കട്ടിൽ ഉണ്ട്, അതെല്ലാം പുള്ളിയെ കിടത്തിയത്. അപ്പോൾ ചിലരുടെയൊക്കെ വിമർശനം അപ്പനെ നോക്കാൻ കഴിയില്ല, അപ്പനെ നോക്കേണ്ട കാര്യമില്ല, അപ്പനെ അവസാനം വരെ എന്നെ നോക്കിയിട്ടപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. മക്കൾ 3, 4ആയി, 5ആയി, 5 പെൺകുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ട്. 28 വർഷം 3 പേരുടെ വിവാഹവും കഴിഞ്ഞു. അതിനിട കൊണ്ട് ഇതുവരെ നമ്മളെ ആരും ഉപദ്രവിച്ചിട്ടില്ല. മക്കൾക്ക് സംരക്ഷണവും ഒരു സ്നേഹവും മാത്രമേ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. ശരി. ഇപ്പോൾ ഈ ഒരാളെ കൂടെ താമസിപ്പിച്ച് അത് കഴിഞ്ഞ് പിന്നെ അടുത്തയാളെ കൊണ്ടുവരണമെന്നുള്ള ഒരു ആ ചിന്ത വന്നത് അത് നമ്മളെ ഈ നാട്ടിലെ ഒരു രീതിയാണല്ലോ. ഇപ്പോൾ ഒരാളെ ഇങ്ങനെ ഒരു മനുഷ്യൻ നോക്കുന്നുണ്ട്, അയാളുടെ വീട്ടിൽ നോക്കാൻ തുടങ്ങി. അപ്പോൾ അത് പബ്ലിസിറ്റി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് സെൻറ് തോമസ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ, പുള്ളിയുടെ നാട്ടിൽ കൂടെ ഒരാൾ ഭയങ്കര വയലൻസ് ആണ് പുള്ളി. പിന്നെ കാടും പടലമൊക്കെ പറിച്ച് വെള്ളത്തിൽ ചാടും, വർക്ക് ചെയ്യുന്നു പറയും. അപ്പോൾ പുള്ളിയെ കൂടെ നോക്കാവോ, അതായത് ഈ കൂട്ടത്തിലാവുമല്ലോ, അവർക്കൊരു സഹായമാകുന്നു, വർക്കിയെ കൊണ്ടുവന്നു. പക്ഷേ എല്ലാവർക്കും പേടി അല്ലെങ്കിൽ വിഷമം ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പറയാൻ പുള്ളിയുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പരസ്യമുട്ടുകളിയും അതിൻ്റെ പാട്ടും ഒക്കെയാണ്. ഒരു ശരിക്കും നല്ല ഒരു ബോധമില്ല, എന്നാൽ നമ്മളെ തിരിച്ചറിയും, അങ്ങനെയുള്ള ഒരാൾ. അത് പിന്നീട് അങ്ങനെ പിന്നെ വഴി വരുന്ന ആളുകൾ തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നൊരു പ്രവണതയായി. ടൗണിൽ ആരെങ്കിലും അന്യ സംസ്ഥാനക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോ കയറ്റി നേരെ നമ്മുടെ വീട്ടിൽ കൊണ്ട് വിടുക. അപ്പം വീട്ടിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയോ? അന്ന് ഒരു പശുത്തൊഴുത്തുണ്ടായിരുന്നു. ഞാനൊരു വീട് കാർമൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ടിരിക്കുക, എനിക്ക് താമസിക്കാൻ. ആ സമയത്താണ് കിഴക്കേക്കരയിലെ ഒരു വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് വലിയ ലോറി ഷെഡ്, വലിയൊരു കാലിത്തൊഴുത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഈ പശുത്തോടൊന്ന് നന്നാക്കി നമുക്ക് പുരുഷന്മാരെ അങ്ങോട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെ അവിടെ 10-20 പേർക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കി. ചാണകക്കുഴിയൊക്കെ നിരത്തി അവർ സമ്മതിച്ചു. താൽക്കാലികമാണ്, എന്തെങ്കിലും വഴിയുണ്ടാവും, എന്താണെന്ന് നമുക്കൊന്നും ഒരു രൂപം. അന്നേരം ഇവരെ നോക്കാനുള്ള ചെലവുകളൊക്കെ എവിടെ നിന്ന് അന്നേരം കണ്ടെത്തി? അപ്പോൾ ഈ അത്യാവശ്യം അടുത്ത ഈ ആദ്യം എതിർത്തെന്ന് പറഞ്ഞാൽ അളിയന്മാരൊക്കെ കുറേശ്ശെ തരുമായിരുന്നു. പിന്നെ ഈ ലാളമ്പള്ളിയിലൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവിടുത്തെ കുറേ ചേച്ചിമാർ, അവരൊക്കെ എൻ്റെ പെങ്ങന്മാരും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ അവരൊക്കെ ചെന്ന് ഇതിനൊരു സുവിശേഷം പറയുന്ന പോലെ ഇങ്ങനൊരു പരിപാടിയുണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളൊരാവശ്യം പറഞ്ഞല്ല, എന്നാലും അറിഞ്ഞ മനുഷ്യർ തരുന്നുണ്ട്. ഈ പാലാ മരിയസദനത്തിൽ ഇപ്പോൾ എത്ര പേരുണ്ട് നിലവിൽ? മരിയസദനത്തിൽ തന്നെയായിട്ടും 478 പേരോളം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേരെ ഒന്നിച്ച് സംരക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് വേണം പറയാം. ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരുന്നത് എനിക്ക് തോന്നുന്നതാണ്, പല ഇതല്ലാതെ. പിന്നീട് നമുക്ക് വേറെ ഉണ്ട്, വേറെ ടോട്ടൽ 600 പേര്. അപ്പം ഈ മറ്റ് പഞ്ചായത്തുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ മരിയസദനത്തിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചത് അത് എന്താ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 20 അടുത്ത് കുട്ടികളുണ്ട്. അത് മാനസിക വൈകല്യതയുള്ള സ്ത്രീകളുടെ കുഞ്ഞുങ്ങളാണ്. അവർ പിരിയാതെ അവരെ നോക്കാൻ വേണ്ടി അതിന് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് ഉണ്ട്, ജയ ആക്ട് അതന്നെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ. അപ്പോൾ കുട്ടികളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? കുട്ടികളെ സ്കൂളിൽ വിടുന്നുണ്ട്, അവർക്ക് പ്രത്യേകം ആയമാരുണ്ട്, ടീച്ചേഴ്സുണ്ട്. അപ്പോൾ അവരിങ്ങനെ വളർന്ന് വർഷങ്ങളായിട്ട് ഇപ്പോൾ വലിയ നല്ല പൊസിഷനിലായവരുണ്ട്, നേഴ്സസ് ആയവരുണ്ട്. ഇപ്പോൾ ഒരാളിപ്പം പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് പയ്യന് ജോലിയായി, അവനിപ്പോൾ ഒരു വീട് വാങ്ങിക്കണം, അമ്മയെ കൊണ്ടുപോകണം. അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പുനരധിവാസം. ശരിക്കും പലതരത്തിലുള്ള പുനരധിവാസങ്ങളാണ്. അപ്പോൾ അത് വളരെ സക്സസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതങ്ങനെ ഒന്ന്. പിന്നെ വയോധികരുടെ ഒരു ഫ്ലോ ആണ് ഇപ്പോൾ ശരിക്കും. പ്രായം ചെന്ന പ്രത്യേകിച്ച് പുരുഷന്മാരാണ് കൂടുതൽ, സ്ത്രീകളെക്കാൾ കൂടുതൽ വരാറുള്ളത്. അവർ തന്നെ വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അപ്പച്ചനെ വന്നു. അപ്പച്ചന് 85 വയസ്സുണ്ട്. ഞാനത് ഒരു ചെറിയ ഷോർട്ട് ഫിലിമിൽ പുള്ളിക്ക് ഒരു വേഷം കൊടുത്തു, പുള്ളി അഭിനയിച്ചു. പക്ഷേ പുള്ളിയുടെ വേഷം ഞാൻ ചെയ്തു. ഒരു വൃദ്ധസ്ഥാനത്തിൽ ചെന്നിട്ട് വൈകുന്നേരം ഞാൻ വരുമ്പോൾ കണ്ടേക്കരുത്, കണ്ട ആറ്റിക്കൂടെ വിടും, തല്ലിക്കൊന്നു. പുള്ളി ഇപ്പോഴും പറയും. അത് നമ്മൾ തന്നെ ഇങ്ങനെ പറയുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ കുറേ വയസ്സന്മാരെ ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വയോധികരെ ഈ മെൻ്റൽ പേഷ്യൻസിൻ്റെ കൂടെ നിർത്താൻ പറ്റില്ല. അവർക്ക് ഈ ബാത്റൂം ചെയ്യണേലും ഭക്ഷണം കഴിക്കണേലൊക്കെ. ഈ മറ്റവന്മാരെന്ന് പറഞ്ഞാലും സ്കിസോഫ്രീനിയ ഉണ്ട്, ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ ഉണ്ട്, പല രീതി പെരുമാറുന്നുണ്ട്. അതിൻ്റെ കൂടെ ആൽക്കഹോൾ അഡിക്ഷനാണ് ഇപ്പോൾ കൂടുതൽ. ഈ നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ
അത് വരുന്ന മുഴുവൻ ഡ്രഗ്സ് പിള്ളേരാണ്. ആ. അത് കൊച്ചി നമ്മുടെ ചില ഏരിയ ബേസ് ചെയ്ത് കൂടുതൽ ആളുകൾ ഡ്രഗ്സ് ഉപയോഗിച്ച് മാനസിക പ്രശ്നം സ്വയം ബോധമില്ലാതായി പോവുക. എന്നിട്ട് അക്രമാസക്തരാകുമ്പം വീട്ടുകാരും നാട്ടുകാരും കൂടെ പോലീസിൽ അറിയിക്കും, പോലീസ് പിടിക്കും. പക്ഷേ പോലീസുകാർക്ക് ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനോ ചികിത്സിക്കാനോ പറ്റിയ സംവിധാനങ്ങളില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഏതെങ്കിലും സെൻ്ററുകളിലാണ് ചെയ്യുന്നത്. പോലീസുകാരാണ് അവിടേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അതെ, പോലീസ് വഴിയാണ്. പോലീസ് വഴി ജെ ആക്ട് അനുസരിച്ചാണെങ്കിൽ അവരുടെ റെക്കഗ്നീഷൻ വേണം. പിന്നെ സാധാരണ ആളുകളാണ് പഞ്ചായത്ത് മെമ്പർ, പ്രസിഡൻറ്റ്, ആരുടെ ലെറ്ററും അങ്ങനെയൊക്കെ ഒരു ഇതിലാണ്. സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് കണ്ടോണ്ടേ. പിന്നെ വാണ്ടറിങ് പേഷ്യൻസിനെ മുഴുവൻ പോലീസ് തന്നെയാണ് കൊണ്ടിരുന്നത്. അതിങ്ങനെ പലപ്പോഴും ഇത് വരുന്നത് ഈ അന്യസംസ്ഥാനക്കാർ പണിയന്വേഷിച്ച് വരുന്നു. അവർ ഇതുപോലെ എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് ബോധം നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ ഒരു 3-4 പേരെ തിരിച്ചയക്കാൻ പറ്റിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ എന്നൊക്കെ വന്ന ആളുകളെ സുഖപ്പെട്ടാ പോകുന്നത്. സുഖപ്പെട്ട് കഴിയുമ്പോൾ വളരെ ഇത് ഒരു പീരീഡ് വരെ നിൽക്കുകയുള്ളൂ. അത് നമ്മൾ വിഡ്രോവൽ ഉണ്ടാവും ആദ്യം. അന്നേരം എന്തും സംഭവിക്കാം, സൂയിസൈഡ് ചെയ്യാം, പിന്നെ മറ്റ് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത. അതല്ല ഓവർകം ചെയ്ത് ഒരു 3 മാസം, ചിലർ 1 വർഷം. പിന്നെ ഒത്തിരി പഴകിയതൊക്കെയാണ് 3 വർഷം 4 വർഷമൊക്കെ. ഇത് കഴിക്കാതിരിക്കാണെങ്കിൽ അതങ്ങ് മാറിക്കോളും. നമുക്ക് മരിയസാധനത്തിൽ ഇങ്ങനെയുള്ളവരെ പരിരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ട്. 3 സൈക്കാട്രിസ്റ്റുമാർ, ഡോക്ടർ ഇ എബ്രഹാം കള്ളുവേലിൽ, സിജോ ഓലിക്കൽ, അതുപോലെ ND മോഹൻ ഡോക്ടർ. അത് അവരൊക്കെ മെഡിക്കൽ കോളേജിലും ഓരോ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെയാണ്. അവർ റിട്ടയർ ചെയ്ത ആളാണ് മോഹൻ സാറ്. പിന്നെ റോയ് സാറും റിട്ടയർമെൻറ്റ് കഴിഞ്ഞു. പിന്നെ സിജോ എന്നും പറഞ്ഞ് ബിലീവേഴ്സ് ചർച്ചിൽ, അത് പാലക്കാരനാണ്. അപ്പോൾ അങ്ങനെ 3 സൈക്കാട്രിസ്റ്റുമാർ, 2 ഫിസിഷ്യന്, പിന്നെ ബാക്കിയെല്ലാ ഡോക്ടേഴ്സ് ഇടയ്ക്കായിരുന്നു. അല്ല, കമ്പൽസറി. അത് ഒരു ആഴ്ച 2 വിസിറ്റ് വെച്ച് ഉണ്ട്. എന്നാലേ ഇവരെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും പേരുള്ളതുകൊണ്ട്. പിന്നെ പോയ ആളുകൾ തിരിച്ചു വരാറുണ്ട്. വല്ലതും തന്നെ വന്ന് മരുന്ന് വാങ്ങിപ്പോകും. അതൊരു നല്ലൊരു സൈനാണ്. സ്വയം അവരുടെ പുനരധിവാസം അവർ തന്നെ ക്രമീകരിക്കുന്നു. അവർക്ക് ഇതിൻ്റെ സിംറ്റംസ് മനസ്സിലാവുകയെ കയ്യിൽ നിന്ന് പോകുന്ന കാണുമ്പോൾ നേരെ വന്നിച്ച് എനിക്ക് നിൽക്കണമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. ഈ കുടുംബം മൊത്തത്തിൽ ഇതിൻ്റെ അകത്താണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അവർ കുട്ടികൾക്ക് അതിനോടൊക്കെയുള്ള ഒരു സമീപനം, ഭാര്യ, അവരുടെ നമ്മുടെ ജീവിതം അതുമായിട്ടങ്ങ് താതാത്മ്യപ്പെട്ടു പോയി. അപ്പോൾ അത് നമുക്കൊരു ഗാനമേള ട്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പലരും. സന്തോഷ് ജോസഫ് ഗായകനായിരുന്നു. ചെറിയതായിട്ടൊക്കെ പാടും, അഭിനയിക്കും. അങ്ങനെ നാടക ട്രൂപ്പുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ പേഷ്യൻസിനെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി തുടങ്ങിയതാണ്, സന്തോഷത്തിന് വേണ്ടി. അവരാണ് അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റുകൾ പലരും. അതെ, നല്ല ആർട്ടിസ്റ്റുകൾ. പാലായിലുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്ന നമ്മുടെ ചാലി ബാല, ബാബു, അങ്ങനെയുള്ള ആളുകളൊക്കെ സഹകരിക്കുന്നുണ്ട്. വേഷങ്ങൾ ചെയ്യാൻ മടിയില്ല. എല്ലാവരും ഒന്നും ചെയ്യത്തില്ലേ. എല്ലാവരും ചെയ്യുമ്പോൾ ഗാനമേളൊക്കെ ആണെങ്കിലും പാടാൻ വരുമ്പോൾ ഇവരുടെ പാടുമ്പോൾ ഇവരാണെന്ന് ധരിക്കുമോയെന്ന് പേടിച്ചിട്ട് വരാതിരുന്നവരും, എന്നാൽ ഇവരുടെ പാടാൻ ഇഷ്ടമുള്ള ആൾക്കാരും. ജഗദീഷ് ശ്രീകുമാർ സ്ഥിരം വന്നുകൊണ്ടിരുന്ന, ആക്സിഡൻറ്റ് വരുന്നിടം വരെ പുള്ളി പല ഭദ്രൻ ചേട്ടൻ്റെ അഡ്വൈസും കാര്യങ്ങളും, നാട്ടിൽ ഇവിടെ സ്ഫടികം, അങ്ങനെയൊക്കെ ഒത്തിരി ആളുകളുടെ സഹകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ ഈ പുനരധിവസിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ ക്രമീകരിക്കുന്നത്? സാധാരണഗതിയിൽ വീടുള്ള ആളുകൾക്ക് അവരെ തിരിച്ചു കൊണ്ടാൻ പറ്റും. ഒറ്റയ്ക്ക് പോയി താമസം വലിയ പാടാണ്. കഴിഞ്ഞ ഒരു ഷമീറിനെ വിട്ടു മലപ്പുറത്ത്. അപ്പോൾ അവർ ലോട്ടറി ഒക്കെ എടുത്ത് ഒരു ലോട്ടറി കട തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 മാസം പോലും ആയില്ല, അയാൾ വീണ്ടും റിലാപ്സായി. തിരിച്ചു കൊണ്ടുവന്നു ഇന്നലെ. ശരി. കാരണം അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാൾ വേണം, മോണിറ്റർ ചെയ്യാനാണ്, മരുന്നും കൊടുക്കാനും. അയാളുടെ ഈ സിംറ്റം ഇതാകുമ്പോഴേ ഈ രോഗലക്ഷണം എന്ന് പറയുന്ന സ്വഭാവത്തിൽ വരുന്ന വേരിയേഷൻ അത് മനസ്സിലാക്കി അപ്പം തന്നെ മെഡിക്കേഷൻ കൊടുത്താൽ രക്ഷപ്പെട്ടു പോകും. മറ്റു രോഗങ്ങൾ പോലെ തന്നെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് പിന്നെ ഇത് വയലൻ്റായി പോകുന്നത്. നമുക്ക് ഈ മരിയസാധനം ഇപ്പം നടത്തിക്കൊണ്ട് പോകാൻ ഒരു ദിവസം എത്ര രൂപയുടെ ചിലവ് വരുമായിരിക്കും? ഇപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയോളം ചിലവ് വരും ഒരു ദിവസം. എങ്ങനെയാണ് അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പേഷ്യൻറ്റിനെ പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നോക്കുന്നെങ്കിൽ 50,000 രൂപയാണ് മാസം. അപ്പോൾ 2,000 രൂപ, 1,500 രൂപ. നമുക്ക് 200 രൂപ ചിലവേ ഉള്ളൂ. 200 അല്ല 300 രൂപ എല്ലാം കൂടെ. അപ്പോൾ അത് ഡൊണേഷനാണ്. ആളുകൾ തരുന്ന പൈസയും സാധനങ്ങളും ഒക്കെയാണ്. അപ്പോൾ പൊതിച്ചോറ് തരുന്ന കോളേജുകൾ, ഗ്രൂപ്പുകൾ, പതിവായിട്ട് സേവനം ചെയ്യുന്നവർ,
നോക്കാൻ പറ്റും. എല്ലാവരും ഉണ്ട്. അങ്ങനെയൊക്കെ അതങ്ങ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈരാറ്റുപേട്ടയിൽ ഒരു ഇതുപോലത്തെ ഒരു ഡ്രഗ് അഡിക്റ്റാണ് ഒരു ആളെ കൊണ്ടുവന്നു, 2 പേരെ ഒരുമിച്ച് കൊണ്ടുവന്നു. രണ്ടും ഒരേ സ്ഥലക്കാരാണ്. അവർ 2 പേരും അവിടെ കിടന്ന് അടിയുണ്ടാക്കി. ശരി. അത് വിഡ്രോയിൽ വന്നപ്പോൾ ഒരാൾ ബോധമില്ലാതെ ഇരുന്ന് മറ്റേ ആളെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലായിടത്തും നടക്കുന്ന, ഇത് വെളിയിലാണെങ്കിലും നടക്കും. ഞാൻ പറഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെ മാറ്റാം എന്നൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു അങ്ങനെ പറയരുത്, 1 മാസം പോലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റിയില്ല. ഒരു 10 മാസം നോക്കിയാൽ 4 ലക്ഷം രൂപ ആകും. ഇപ്പോൾ ഇനിയില്ല വിൽക്കാനൊന്നും, എല്ലാം കൊടുത്തു കഴിഞ്ഞു. അതാണ് അങ്ങനത്തെ ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിടുന്നത്. നമ്മൾ ഈ ഇപ്പം വയലന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ, അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഈ വയലൻസ് എന്ന് പറയുന്ന വാസ്തവത്തിൽ ഈ നമ്മളെ ഒരിക്കൽ നമ്മുടെ അടുത്ത് വന്ന ഒരാൾ, അയാൾ ഏത് സ്റ്റേജിൽ വെളിയിലായാലും ഇവിടെയാണെങ്കിലും സ്ഥാപനത്തിലായാലും വയലിലായാലും എന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഒറ്റ വിളിയിൽ തന്നെ ചിലപ്പം മിക്കവാറും തന്നെ അങ്ങനെ ശാന്തനാവും. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഈ ഒരു ഏതാണ് മെഡിക്കേഷനൊപ്പം വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഏത് രോഗി ക്യാൻസർ ആയാലും സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ 2-3 ഭാവങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഇയാളോട് കരുണ കാണിക്കുക. അല്ലാത്ത നമ്മൾക്ക് ഒരാളോട് കരുണ കാണിക്കാൻ പറ്റുന്നതിൻ്റെ അയാൾ സ്നേഹിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്നേഹിക്കണ 2 അവസ്ഥയുണ്ട്. ക്ഷമിക്കണം, അയാളോട് സഹിക്കണം. അയാൾ ചിലപ്പോൾ തല്ലാം, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതറിയാതെ ചെയ്യുന്ന ആദ്യകാലങ്ങളിൽ. പിന്നീടൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അവർക്കൊരു പിന്നെ കാണുമ്പോൾ ഒരു നാണമൊക്കെ, അങ്ങനെ ചെയ്തല്ലോ സാരമില്ല പോട്ടെ എന്ന് പറയും. ഞാൻ ഇതുവരെ ആരെയും തിരിച്ച് തല്ലിയിട്ടുമില്ല. അങ്ങനെ ഒരു ആവശ്യം വരികയല്ല. കാരണം ഒരു 1-2 ഡ്രാമയ്ക്കകത്ത് പോലും ഞാൻ ആ വേഷം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒറ്റ വിളിയിലാണ് നിന്ന സംഭവങ്ങൾ. ഇപ്പം പുറത്ത് പോയിട്ട് വയലുണ്ടായി വെട്ടുകത്തിയും കൊണ്ട് ഒരുത്ത് നിൽക്കുക. മരീസ്ഥാനത്തിൻ്റെ വണ്ടി കണ്ടു. മരീസ്ഥാനം ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു, ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ നീ പോടാണോ എന്ന് പറഞ്ഞ് ചുമ്മാ വെറുതെ കൂളായിട്ട് എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് വന്നു. ഒരു പഞ്ചായത്ത് മുഴുവനുണ്ട് അവിടെ. അതെവിടെയായിരുന്നു സംഭവം? കാവങ്കണ്ടം ഭാഗത്താണ്. ആളിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പം ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ ഇതുപോലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക, ഫ്രീ ആയിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ചെയ്യാൻ മടിയായതുകൊണ്ട് പുള്ളി ഇച്ചിരി അകലെ നമ്മൾ അറിഞ്ഞു തന്നെ നിൽക്കുന്ന. അപ്പം അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ. ഇപ്പം ഇതിനകത്ത് ഇതൊരു വികാരമായി സ്നേഹം എന്ന് പറയുന്നത്. അത് ഈ ശരിക്കും ഈശ്വര സാക്ഷാത്കാരം പറയുന്നത് എന്നതാ ശരിക്കുക. ജോലി ചെയ്യുന്നവരുണ്ട്, ഇപ്പോൾ ജോലിക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരെ അന്നേരം ആ ലിമിറ്റേഷൻസ് നോക്കും. കൂടുതൽ ഒരാളെ ചീത്ത പറയുമ്പോഴത്തേനും ഓവർ മെഡിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കും, അല്ല പൂട്ടിയിടാൻ നോക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഞാനത് ചെയ്യുന്നില്ല, കാരണം നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറയുമ്പോൾ തന്നെ അവനെ തിരിച്ചറിയാൻ പറ്റും. അതായത് മാനസികമായ പ്രശ്നത്തിലുള്ളവർക്ക് പോലും അത് സ്നേഹം തിരിച്ചറിയാം. അതെ അതെ. അവിടെ വന്ന് ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ ഒരു പേഷ്യൻസ് പോലും എനിക്കെതിരായിട്ട് പറയാല. അതങ്ങനെയാണ്. കാരണം ഇന്നലെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, സന്തോഷേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനാണ്. എന്നെ കണ്ടില്ല സങ്കടപ്പെടുന്നവരുണ്ട്. 1-2 ആഴ്ച അല്ല എവിടെയെങ്കിലും യാത്ര പോയി നമ്മൾ അങ്ങോട്ട് പ്രതീക്ഷപ്പെടുന്നില്ല, എവിടെ പോയി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ പോലും അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് മരിച്ചു പോയാലൊന്നും ചിലപ്പോൾ ഓർക്കും, പേടി അല്ല അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ എത്ര ഈ ഇപ്പം അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വർഷമായിട്ട് അവിടെ ഉള്ള എത്ര പേര്, അങ്ങനെ എത്ര വർഷം? 28 വർഷമായ ആൾക്കാർ തുടങ്ങിയപ്പോൾ ഉള്ള ആളുകൾ കുറേ പേരുണ്ട്. ഇപ്പോഴുണ്ട്. ശരി. അതിലൊരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളുണ്ട്. പുള്ളി എന്നേലും സീനിയറാണ്. പക്ഷേ പുള്ളി പറയുന്ന സന്തോഷേട്ടൻ്റെ മകനാ. പ്രായം എത്രയാണെന്ന് 5 വയസ്സ്. അത് അവിടെ കൊണ്ട് ചേർന്ന് എവിടെയെങ്കിലും മാറ്റാമെന്ന് പറയുകയോ ഒക്കെ ഞാനില്ലെന്നു ഇവിടം വിട്ട് ഓരോരുത്തരോട് പോകത്തില്ല. അവിടെ ഈ പല സെൻറ്ററുകളുണ്ടല്ലോ, അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഇവർ പലരും മടിയാ പോകാൻ. ഞങ്ങളിപ്പോൾ ഒരു ഫാമിലി ആണല്ലോ. അതുപോലെ ഈ 3 പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഇപ്പം സ്വാഭാവികമായിട്ടും പുറത്തുനിന്നുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം അവർ ആ മനസ്സോടെ ഉള്ളവരാണോ അന്ന് കല്യാണത്തിന്? അത് ഈ മാട്രിമോണിയിൽ ഇങ്ങനെ ആരോ പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അന്വേഷിച്ച് വന്നു കഴിയുമ്പോൾ തന്നെ എവിടെ സ്ഥലം, ചെറുക്കൻ്റെ അപ്പനായിരിക്കുമല്ലോ ചോദിക്കുന്നത്. മരിയ സ്ഥാനം എന്ന് പറയും പാലായിൽ. ശരി, അതൊന്ന് ആലോചിച്ചിട്ട് വരാം. പിന്നെ എനക്ക് ഇത് 3 എണ്ണവും 3 കല്യാണവും ഇങ്ങോട്ട് വന്നതാണ്. ശരി. അത് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ നല്ല നമുക്ക് ചിന്തിക്കാൻ മേലാത്ത സാഹചര്യത്തിലും പോയിട്ടുണ്ട് പിള്ളേർ. പക്ഷേ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളെപ്പോലെയുള്ള ആളുകളെ
കിട്ടുന്ന വലിയൊരു കാര്യമാണ്. അതാണ് അതിൻ്റെ അകത്തെ അവരുടെ മനസ്സിൻ്റെ ആണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പല മരീസദനം വാർത്തകളിൽ നിറഞ്ഞൊരു കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കോവിഡിൻ്റെ വലിയ മഹാമാരി വന്ന ആ ഒരു സമയത്ത്. അപ്പോൾ എനിക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള വലിയൊരു പ്രതിസന്ധി മരീസദനം നേരിട്ടു എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ആളുകൾക്ക് സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയും സഹായിക്കാൻ മനസ്സുള്ളവർക്ക് പോലും അവിടെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്ന വലിയൊരു പ്രശ്നമുണ്ടായി. അന്നേരം എനിക്ക് തോന്നുന്നു പാലായിലെ രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിലുള്ളവരെല്ലാം കൂടെ ഒന്നിച്ചിറങ്ങി മരീസദനത്തിന് വേണ്ടി നിലകൊണ്ട വാർത്തകളൊക്കെ അന്ന് വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് അത് കോവിഡ് വന്നാലും വെള്ളപ്പൊക്കം വന്നാലും അല്ലെങ്കിലും പാലായിലുള്ള സർവകക്ഷി രാഷ്ട്രീയക്കാരും മേലധ്യക്ഷന്മാർ പിതാക്കന്മാരായാലും മറ്റ് മതസ്ഥരായാലും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വേദിയാണ് അവിടെ ഉള്ളത്. ഈ കോവിഡ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ അവിടെ വന്ന സമയത്തെ വളരെ സിവിയറായിട്ടുള്ളൊരു ആൾക്കാർ പെട്ടെന്ന് ഒരു 2-3 പേര് രണ്ടാം തരംഗം വന്നപ്പോൾ 3 പേര് മരിച്ചു. നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ വെറുതെ കുഴഞ്ഞു വീണു. അപ്പോഴേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു അവർ PP കിറ്റിൻ്റെ അകത്ത് കവർ ചെയ്യാൻ പറഞ്ഞു, ഞങ്ങളോട് വിടാൻ പറഞ്ഞു, നേരെ ബോഡി അങ്ങോട്ട് കൊണ്ട് ജയിപ്പിച്ച് കളയാതെ. അപ്പോൾ ടെൻഷനൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ വരുമല്ലേ. പിന്നെ അത് വന്ന് 10-14 പേരോളം ആ ഒരു സമയത്ത് പോയി. ഗവൺമെൻറ് ഒരു കണക്ക് കളക്ടറും എല്ലാം കൂടി പാലായി വെച്ചൊരു മീറ്റിംഗ് നടത്തി. അതിനകത്ത് 65 പേര് എന്നുള്ളതാണ്. അപ്പം നമ്മളും ഒക്കെ അതിനകത്ത് പെടാം, ആർക്ക് വേണമെങ്കിലും ആകാം. അപ്പം അങ്ങനെ ശരിക്കൊരു മരണഭീതിയുടെ നിമിഷമായിരുന്നു. പിന്നെ ഭക്ഷണം മരീസ്ഥാനത്ത് കോവിഡാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഫുഡ് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ഈ പിഗ് ഫാം നടന്ന അവൻ വന്നിട്ട് നേരെ വണ്ടി തിരിച്ച് സ്ഥലം വിട്ടു. പിന്നെ വരുന്നത് 2 മാസം കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി. ആളുകൾ ഈ കണ്ണുനീരോടെ വരുന്ന പോലെ, അതായത് പള്ളി ചെന്ന് അച്ഛൻ്റെ അടുത്ത് കൊണ്ട സാധനം നമ്മുടെ ഓഫീസ് പള്ളിയിലേക്ക് മാറി. ക്യാഷും മുണ്ടാങ്ങപ്പള്ളിയിലെ വികാരിയച്ഛൻ കിഴക്കേരഞ്ഞാണി മാത്യുവച്ചനായിരുന്നു. അച്ഛൻ വളരെ ലീഡർഷിപ്പ് എടുത്തു. ബിഷപ്പാണെങ്കിലും വിളിച്ച് പറഞ്ഞു അവർ പട്ടിണി കിടക്കാതെ വെള്ളങ്ങാട്ട് പിതാവും മുരിക്കും പിതാവൊക്കെ വളരെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയിട്ടൊരു കുക്കിനെ കിട്ടുന്നില്ല. ഞങ്ങൾക്കും കോവിഡ് അടിച്ചു. അപ്പോൾ അടുക്കള ഇത്രയും പേർക്ക് ഭക്ഷണം വേണം. അപ്പം ഭിത്തി പൊളിച്ചിട്ട് പുറത്തുനിന്ന് വന്ന് ഒരാൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിനകത്തോട്ട് കയറിയല്ല, പുറത്ത് അല്ല നമ്മുടെ കിച്ചണിൽ ചെയ്യും. കിച്ചണിൽ ചെയ്തിട്ട് നമ്മളാരും ചെല്ലരുത്. അപ്പം അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ അതൊരു പ്രായോഗിക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഉണ്ടാക്കി തരാം. പള്ളിയിൽ നിന്ന് ഇപ്പോൾ 550 മുട്ട പുഴുങ്ങിയത് കറി വെച്ച് തരണമെങ്കിൽ മാതൃകക്കാരുടെ നടുപൊടി. അവരൊരു 3-4 ദിവസം ചെയ്തു. അതുപോലെ നമ്മുടെ പാലായിലുള്ളൊരു ബിസിനസ് ഗ്രൂപ്പ് കുറേ ചെയ്തു. നമ്മുടെ കടുതൂടിൽക്കാർ അവർ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാവരും മടുക്കുമായി. 3 നേരം വരുമ്പോൾ 10,000-2000 പേരുടെ ഫുഡ് പരിപാടി വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു മനുഷ്യനെ നമ്മുടെ ഒരു പത്രത്തിൽ കണ്ടിട്ട് വാർത്ത കണ്ടിട്ട് അദ്ദേഹം മകനോട് പറഞ്ഞു അവിടെയുള്ള ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണം, ഒന്നും നോക്കരുതെന്ന് പറഞ്ഞു. പുള്ളി ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ്, വിശ്വാസ് എന്ന് പറഞ്ഞ് രാമപുരംകാരനാണ്. പുള്ളിക്കാരനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തേരം ഫുഡ് വാങ്ങിച്ചു, അരി ഇറക്കിത്തരാം, കഞ്ഞി വെക്കാം വെച്ചോളാൻ പറയാം. ബാക്കിയുള്ള സാധനങ്ങൾ കറികളെല്ലാം ബ്രേക്ക്ഫാസ്റ്റും പുള്ളി തരും. അങ്ങനെ 1 മാസം പുള്ളിയുടെ ഒരു കാരുണ്യത്തിൽ അങ്ങ് ജീവിച്ചു. ശരി. പിന്നെ അതിനിടയ്ക്കും ആവശ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പുള്ളി പറയാനിട്ടൊട്ട് താല്പര്യമില്ലാത്തതാണ്. വിശ്വാസ് ആണ്. പുള്ളിക്കാരൻ ഒരു പ്രത്യേക ഒരു സ്നേഹവും ഒരു കരുതലും ഒക്കെ ഉണ്ട്. ആരോടും മുന്നേക്കരുന്നു. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ മേലാ തോന്നുന്നത്. ഇതായതാ വണ്ടി ഈ ഒരു ദിവസം പല പ്രാവശ്യം വണ്ടി വരുന്നു. ചിലപ്പോൾ എറണാകുളത്ത് നിന്നായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അവർ തന്നെ ക്രമീകരിച്ചുകൊണ്ട് തരുമായിരുന്നു. അതെ അവർ തന്നെ ക്രമീകരിച്ച്. അത് വലിയൊരു കാര്യമായി പോയി അല്ലേ? അതെ. പക്ഷെ അതിനനുസരിച്ച് ഇപ്പം പുള്ളിയുടെ വിശ്വാസം, പുള്ളിക്കിപ്പം ഒരു വലിയ ഫാക്ടറികളുണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാം. അതിനുശേഷവും ഇപ്പോൾ പാലായി നമ്മുടെ മരീസൻ്റെ അടുത്ത് തന്നെ ഒരെണ്ണം വലുതായിട്ട് തുടങ്ങാൻ പോകും. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു അത്ര വലിയ നല്ല പേരുള്ളൊരു പ്രസ്ഥാനമാണ്. ഓക്കെ. അപ്പോൾ അതങ്ങനെ അവരുടെ ഭാഗത്ത് തോന്നുന്നു. പിന്നെ ഈ മെഡിക്കലാണേലും പിന്നെ ഈ ഇവരെ കുളിപ്പീര് വലുതേപ്പീര് അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. ഈ സ്റ്റാഫെല്ലാം ക്വാറന്റൈനിൽ പോയവരൊക്കെ ആ വഴി പിന്നെ അങ്ങ് പോവുകയത്. കാരണം അവർക്ക് വരാൻ മേലാത്ത സാഹചര്യം. ചിലരൊക്കെ വന്നു. ഇപ്പോൾ ഓഫീസൊക്കെ നമ്മൾ വെളിയിലേക്കാക്കി. എന്നാലും ഗേറ്റിൻ്റെ വെളിയിൽ കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയെ കൊണ്ട് ഇറക്കി വെച്ചിട്ട് ആളുകൾക്കൊരു വിഷമം കയറുമ്പോഴത്തേനും ദാനം കൂടും എന്ന് പറഞ്ഞാൽ പഴയ ഡ്രസ്സുകൾ ഇതെല്ലാം എടുത്തുകൊണ്ട് വരണം.
എടുത്ത് നമ്മൾ ഇതിനകത്ത് കയറ്റണമെങ്കിൽ ഒരാൾക്ക് അരി പിടിക്കണ പറ്റിയല്ല, നമുക്ക് അതിനുള്ള ആരോഗ്യമില്ല. അപ്പോൾ അതായത് നമ്മുടെ പാലായിലൊരു സുനിൽ എന്ന് പറയുന്നൊരു പത്രപ്രവർത്തകനൊരു എൻ്റെ ഒരു വോയിസ് എടുത്തിട്ടു, സന്തോഷിനും പിന്നെ ഇത് പിടിച്ചെന്ന് പറഞ്ഞു. അതാരത്തിന് ആളുകൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം ഒരു ദിവസം വന്നു പോകുന്നത് 6-7 ആംബുലൻസാണ്. CFLD സെൻ്ററാക്കി, നമ്മുടെ തന്നെ ഒരു സെൻ്ററാക്കി. അപ്പോൾ ഇച്ചിരി സാച്ചുറേഷൻ കുറവുള്ളവരെ കൊണ്ടുപോകും. മുണ്ടക്കയമാണോ, ചിലരെ രാമപുരത്തിന് കൊണ്ടുപോകും, പല പല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് താമസിപ്പിക്കുക. അപ്പോൾ ഇത് പോകുമ്പോൾ എല്ലാം സൈറനിട്ടാണ് പോകുന്നത്. വരുന്ന നാട്ടിലുള്ളവരെല്ലാവരും ജനലടച്ച് പേടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ആരെങ്കിലുമൊക്കെ മരിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്, ചിലർ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. സാധ്യത ഉണ്ടായിരുന്നു. അത് അതിജീവിച്ച ആ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോൾ സ്കാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത്രയും പേര് ഇവിടെ കിടക്കുന്നിടത്ത് നമ്മളെ തന്നെ സ്കാൻ ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ വരുമ്പോൾ ഒരു സുരക്ഷ വരട്ടെ എന്നും പറഞ്ഞിരുന്നു. പിന്നെ അതായാലും അങ്ങ് നിന്നു കേട്ടോ. മരണം 16 പേരെ നിന്നു. പിന്നെ അവർക്ക് 16 പേരോളം മരിച്ചവരിൽ ഗായകർ നല്ല സൂപ്പർ പാട്ടുകാരുണ്ടായിരുന്നു. അതിൽ 2-3 പേര് പോയി. പിന്നെ ഒരാൾ അന്ന് ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമാണ്, ഞാൻ നക്ഷത്രവും പുൽക്കൂടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെ. നമ്മുടെ വലിയ ആഘോഷമാണ്. ഞാൻ ശാന്തമായിട്ട് ഇറങ്ങും, വണ്ടിയെല്ലാം ഒരു റെയിൻഡിയറൊക്കെ ഉണ്ട്. സന്തോഷ് ചേട്ടനാണ് എപ്പോഴും ശാന്തയാകുന്നത്. അതെ. അത് ഒരു ഇപ്പോൾ December 8 തുടങ്ങിയ ന്യൂ ഇയർ വരെ കാണും. ശരി. പല ദിവസങ്ങളിലായി ക്ലബ്ബുകൾ, സ്കൂളുകൾ, പിന്നെ അതെ. പിന്നെ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങളുണ്ടല്ലോ, ഇതുപോലെ പോകുന്ന സംഭവങ്ങൾക്കൊക്കെ പോകും. അതിനൊക്കെ ഓരോ ഫീസ് തരും. അതൊക്കെ നമുക്ക് ഡിസംബറിൽ ഒരു വരുമാനമായിട്ട് നമ്മൾ മാറും. പിന്നെ ആളുകളുമായിട്ട് സംസാരിക്കുന്ന സാന്താക്ലൂസ്, പാട്ട് പാടുന്ന സാന്താക്ലൂസ്. അപ്പോൾ ഏത് വിഷയം ഇപ്പം നമ്മൾ ഇതുപോലെ ഡിസ്കഷനും എല്ലാം പോകും, എല്ലാവരും വിളിക്കും. അങ്ങനെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇപ്പം മറ്റുള്ളവർ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ ഉത്തരവാദിത്തങ്ങളെ ഇപ്പോൾ ഇവിടെ നിന്ന് ചെയ്തിട്ട് ചിലപ്പോൾ മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. റിസ്ക് ഫാക്ടേഴ്സ് പലതും വരും. പോലീസ് ഇപ്പോൾ അക്രമം അങ്ങനെ എന്തെങ്കിലും നടന്നാൽ പോലീസ് റിപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് വേണ്ട, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരേണ്ടായിരുന്നു. ഞാനത് വർഷത്തിലൊരു 10 പ്രാവശ്യം പറയുന്നത് നിർത്താൻ പോവാം. കാരണം ഇന്നലെ ഒരു ഓഫീസറോട് പറയേണ്ടി വന്നു. പുള്ളി ഇച്ചിരി കമ്പൽ ചെയ്ത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് എന്തിനു വേണ്ടിയായിരുന്നു? ഒരു കുട്ടിയുടെ അഡ്മിഷനാ, നമുക്ക് പറ്റിയല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ. അവിടെ എത്ര പേരുടെ കപ്പാസിറ്റി 300 ബെഡാണ് അനുവദിച്ചിട്ടുള്ളത്. 478 പേരുമുണ്ട്. ഇവരെ കൊണ്ടുവരുന്നത് സർക്കാർ തന്നെയാണ്. അതന്നെ, സർക്കാർ തന്നെ. അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ പിന്നെ പണ്ട് ഈ വയലാറിൻ്റെ ഒരു കവിതയുണ്ടല്ലോ, SP ബാലസുബ്രഹ്മണ്യം ആദ്യം പാടിയത്, ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നത് ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. കണ്ടില്ല മനുഷ്യനെ കണ്ടില്ല, ഇബിലീസിനെ കണ്ടു എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യനെ മാത്രം കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ മനുഷ്യരുണ്ട്, കുറച്ച് പേരേ ഉള്ളൂ. മനസാക്ഷിയുള്ളവരാണ് മനുഷ്യൻ. ഒരാൾ വഴി കിടക്കുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരാളുടെ ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ അതൊന്ന് കേൾക്കാനോ ബാക്കിയെല്ലാം ഇത് വളരെ കട്ടാൻഡ്രി അവരുടെ ഡ്യൂട്ടികളാണല്ലോ. പക്ഷെ അവർക്കും വരാൻ തോന്നിയതാ. മനസ്സിലായി? ഇത് എല്ലാവർക്കും ഒരേ സ്കെയിലാണല്ലോ വെച്ചേക്കുന്നത്. ഇരിക്കുമ്പോൾ മനസ്സിലാക്കാന്നുള്ളത് ഒരു കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചപ്പോൾ ഞാൻ ഒരു മെസ്സേജ് പറയാൻ പറഞ്ഞു. നമ്മുടെ ഡോക്ടറാണ്. എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് വെച്ചാൽ ഈ മരത്തിൽ നാഥം ഉണ്ടെങ്കിൽ കുടിമരം ഉണ്ടാക്കുകയുള്ളൂ. അല്ല, നല്ല ശില്പങ്ങൾ കല്ലിൽ കൊത്തണമെങ്കിൽ അതിനൊരു താളമുണ്ട്. അല്ലാത്ത കുത്തി കഴിഞ്ഞാൽ ജീവൻ കാണില്ല എന്ന് പറഞ്ഞാൽ മരവിച്ച മനസ്സുള്ള ഒത്തിരി പേര് അവർ വിമർശകരായും പിന്നെ വേറെ സ്റ്റാൻഡുകളൊക്കെ എടുത്ത് അവർ വേണം. എന്നാലേ നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഇപ്പോൾ ഒന്നും ചോദിക്കാതെ അറിഞ്ഞു കേട്ട് വന്നിട്ട് എന്താ വിഷമം എന്ന് ചോദിക്കുന്ന ആൾക്കാരും. ഇപ്പോൾ ഒരു പാലാ ടൗണിൻ്റെ നടുക്ക് മുരിക്കുമ്പുഴയിൽ ഒരു മനുഷ്യൻ ഒരു വീടിനകത്ത് 1 വർഷം മുമ്പ് കിടക്കുക. വീടിനകം കിടക്കുന്നത് അതിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. മുഴുവൻ ഈ മരങ്ങൾ കയറി വളർന്ന് പിന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് അതിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ. അയാളെ കണ്ടില്ലെന്ന് നടിച്ച ആളുകൾ ഒരുപാട് പേരുണ്ട്. കണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരൻ. അയാൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു തരുമ്പ് സന്തോഷമായിട്ടാണ് ബാക്കിയുണ്ടെങ്കിൽ ഇയാളും കൂടെ എടുക്കുക. നമ്മൾ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു.